അങ്ങനെ നമുക്ക് ഫൈനലി സോണിയുടെ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സിൽ നിന്ന് പുതിയ സിനിമയായിട്ടുള്ള വെനം 3ൻ്റെ വരെ ട്രെയിലർ നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ സോണിയുടെ സ്പൈഡർവേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പൈഡർമാനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ സിനിമകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, സീക്വലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് സ്പൈഡർമാനെ കാണാൻ കഴിയുന്നില്ല. ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോണിയുടെ സ്പൈഡർമാൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡ്രൂ ഗ്രാഫീൽഡിൻ്റെ അമേസിങ് സ്പൈഡർമാൻ 2 തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു പടം വൺ ഫ്ലോപ്പ് തന്നെയായിരുന്നു. അത് മറ്റൊരു കാര്യം. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നില്ല. കാരണം എന്താണ് സ്പൈഡർമാൻ്റെ ഭാവി, സോണി യൂണിവേഴ്സിൽ എന്തെങ്കിലും ഒരു ഭാവി സ്പൈഡർമാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫൈനലി ഈ സ്പൈഡർമാനെ തിരിച്ച് മാർവലിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുക. സോ ഇതിനൊന്നും നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സോണിയുടെ ഭാഗത്തുനിന്ന് എന്താണ് സ്പൈഡർമാൻ്റെ ഭാവി, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് സ്പൈഡർമാൻ്റെ സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആദ്യം ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ പറഞ്ഞ പ്രോബ്ലംസിൻ്റെയൊക്കെ ഉറവിടത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാന്ന് ചോദിച്ചിട്ട് അമേസിങ് സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞ സിനിമയുടെ അവസാനം മുതൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ അവസാനം നമുക്കൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സത്യം പറഞ്ഞാൽ സോണി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സിനിസ്റ്റർ 6ൻ്റെ ഒരു സെപ്പറേറ്റ് ഫിലിം ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ടാസം 3യും കൂടി നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്ന പ്രൊജക്റ്റ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രൊജക്റ്റും കൂടി തന്നെയാണ് വെനത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ സിനിമ. പക്ഷെ നമുക്കറിയാം അമേസിങ് സ്പൈഡർമാൻ 2 ബോക്സ് ഓഫീസിൽ വൻ പരാജയം തന്നെയായിരുന്നു. അത് ആൻഡ്രൂ ഗ്രാഫീൽഡ് തന്നെ പല രീതിയിലും തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു സിനിസ്റ്റർ 6ൻ്റെ ആ ഒരു ടീം അപ്പ് സിനിമയൊന്നും നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതുവരെ ആൻഡ്രൂ ഗ്രാഫീൽഡിന് പോലും ഒരു ക്ലോഷറും ലഭിക്കാതെ ഇരിക്കുന്നത്. കാരണം പുള്ളിക്കാരന് മൂന്നാമത്തെ ഒരു സിനിമ ലഭിച്ചിട്ടില്ല. ജസ്റ്റിസ് ഫോർ ആൻഡ്രൂ ഗ്രാഫീൽഡ്, അത്ര എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇനി ആ ഭാഗത്തുനിന്ന് അവർ ആ ഒരു സിനിസ്റ്റർ 6ൻ്റെ ആ ഒരു ഫിലിം മൊത്തത്തോടെ സ്ക്രാപ്പ് ചെയ്തു. അമേസിങ് സ്പൈഡർമാൻ 3 ഒരു സ്ക്രാപ്പ് ചെയ്തു. അങ്ങനെ നിന്ന സമയത്താണ് അവർക്ക് എന്തെങ്കിലും ഒരു സ്പൈഡർമാൻ്റെ ലൈസൻസ് വെച്ച് ചെയ്യണം. കാരണം ഉണ്ടായിരുന്ന ഒരു സ്പൈഡർമാനെ അവർ തിരിച്ച് മാർവലിലേക്ക് ലൈസൻസ് വെച്ച് കൊടുക്കുകയും ചെയ്തു. സോ അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ വെച്ച് ചെയ്യണമെന്ന് വന്ന സമയത്താണ് വെനത്തിൻ്റെ സിനിമ അവർ ആലോചിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അങ്ങനെയാണ് നമുക്ക് വെനത്തിൻ്റെ ആദ്യത്തെ സിനിമ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതിനു മുമ്പ് നമ്മൾ ആക്ച്വലി വെനത്തിനെ കണ്ടിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ 3 ടോപ്പർ ഗ്രേസിൻ്റെ വെനത്തിനെ തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് മൊത്തത്തോടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെനത്തിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ആദ്യത്തെ സിനിമയിൽ ഉണ്ടാകില്ല, പക്ഷെ സ്പൈഡർമാൻ വരും. ഇതാണ് നമ്മൾ ആദ്യത്തെ സിനിമ പോലെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യം. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് ടോം ഹാർഡി ആയിരിക്കും വെനത്തിനെ ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആക്ടർ തന്നെയാണ് ടോം ഹാർഡി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷയുമുണ്ട്. പിന്നെ സോണി നമ്മൾ ഓരോരുത്തരും ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ വരും. കാരണം നമുക്കറിയാം കോമിക്സ് ബുക്കിലേക്ക് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വെനത്തിൻ്റെ ഒറിജിൻ സ്പൈഡർമാനിൽ കൂടെയാണ്. കാരണം അല്ലാതെ വെനത്തിൻ്റെ ഒറിജിൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് നമ്മൾ ഓരോ ഫാൻസ് നമ്മൾ പ്രതീക്ഷിച്ച് അറ്റ്ലീസ്റ്റ് ആ സിനിമയുടെ എൻഡിങ്ങിലെങ്കിലും സ്പൈഡർമാനായിട്ട് മെർജായിട്ട് ആ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് വെനത്തിനെ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഈ ഒരു വെനം യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമയിലേക്ക് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അത് ഒരു രീതിയിൽ ഞാൻ പറയുവാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ സോണിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ നിധി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ തികച്ചും ഒരു ആവറേജ് ആയിട്ടുള്ളൊരു പടമായിരുന്നെങ്കിൽ തന്നെ ടോം ഹാർഡിയുടെ സ്റ്റാർഡം, അതുകൂടാതെ തന്നെ സ്പൈഡർമാൻ ഫാൻസ് യുണൈറ്റ് ഫോർ സീയിങ് സ്പൈഡർമാൻ, ഇതെല്ലാം കൂടി ആയ സമയത്ത് സിനിമ ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റായിരുന്നു. പടം ആവറേജ് ആയിരുന്നെങ്കിലും പടം ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റായിരുന്നു. അവിടെ മുതലാണ് സോണിയുടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയേണ്ട ഉടായ്പ പരിപാടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ആ ഒരു വെനം സിനിമയുടെ സക്സസ് കൊണ്ട് തന്നെ സ്റ്റോറിയിലൊന്നും അല്ല കാര്യം, അവർക്ക് സ്പൈഡർമാൻ്റെ എന്ത് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാലും നാട്ടുകാർ അല്ലെങ്കിൽ ഫാൻസ് പോയി കാണും എന്നുള്ളൊരു സംഭവം. ആൻഡ് അവിടെ നിന്നാണ് സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്പൈഡർമാൻ യൂണിവേഴ്സിൻ്റെ ഒരു ജനനം കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം എന്താണെങ്കിലും സോണിക്ക് അറിയാവുന്നത് തന്നെയാണ്, ഇപ്പോൾ സ്പൈഡർമാനെ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവർ മാർവലായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റിൽ നിൽക്കുക തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു സോണി വേഴ്സിലുള്ള ആ ഒരു സ്പൈഡർമാൻ്റെ ക്യാരക്ടേഴ്സിൽ വെച്ച് എന്തെങ്കിലും ചെയ്യണം. കാരണം ഇത്രയേ ഉള്ളൂ. ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം.
നമ്മളൊരു പെണ്ണിനെ പ്രേമിച്ച്, പക്ഷെ ആ ഒരു പെണ്ണിനെ നമുക്ക് കിട്ടിയില്ല. സോ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നമ്മൾ വേറെ പോയി കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിട്ടുള്ള കുട്ടിക്ക് നമ്മൾ ആ ഒരു പെണ്ണിൻ്റെ പേരിടുന്നു. അതാണ് നമുക്ക് സത്യം പറഞ്ഞ സോണിവേഴ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള അങ്ങനെ ജനിച്ചിട്ടുള്ളൊരു കൊച്ചാണ് വെനം. വേറെ ഒന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ കൂടെയാണ് വെനം 1 ഹിറ്റായ സമയത്ത് നമുക്ക് വെനത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സിനിമയുടെ പേര് പോലെ തന്നെ 1 കാർണേജ് ആയിരുന്നു ആ ഒരു സിനിമ ആസ് ഫോർ ഓൾ ഓഡിയൻസ്. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കാർണേജ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വരെ അവർ ഷോകമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. മര്യാദയ്ക്ക് തെക്ക് വടക്ക് നടന്നുകൊണ്ടിരുന്ന ആ ഒരു വൂഡി ഹാർലിസിനെ പിടിച്ചിട്ട് ക്ലീറ്റസ് കാസിഡിയുടെ ആ ഒരു ക്യാരക്ടറിനെ കൊടുക്കുന്നു. ആൻഡ് പടം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മാർവലിനകത്ത് തന്നെ കാർണേജ് സത്യം പറഞ്ഞാൽ ഇൻസാനിറ്റിയാണ് സത്യം പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ. സോ അങ്ങനെ ഇരിക്കുന്നൊരു ക്യാരക്ടറിന് ഇതേപോലെ ഒരു കോമഡി പീസ് ആക്കിയിട്ട് മൊത്തം കുറ്റാക്കുറ്റി ഇരിട്ട് ഒരു തേങ്ങാക്കൊലയും കാണുന്നുമില്ല. പടം PG-13. കാരണം നമുക്കറിയാം വെനത്തിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും കാർണേജിൻ്റെ ക്യാരക്ടർ വെനത്തിനേക്കാളും എക്സ്ട്രീം ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. സോ ഒബ്വിയസ്ലി അങ്ങനെ ഒരു സിനിമ ഇറക്കുമ്പോഴത്തേക്കും സോണി ആദ്യം മിനിമം വിചാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പടം PG-13 നിന്ന് മാറ്റിയിട്ട് R റേറ്റിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ അഡൾട്ട് റേറ്റിംഗ് കൊടുക്കണം. പക്ഷെ അതവർ ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ടിക്കറ്റ് സെയിൽ കൂട്ടണം. കാരണം ഇപ്പോൾ ഒരു അഡൾട്ട് റേറ്റിംഗ് കൊടുത്താൽ ഒരിക്കലും അവർക്ക് കുട്ടികളെ ഒന്നും കൊണ്ട് ഒരു പാരൻസും തിയേറ്ററിൽ വരില്ല. സോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭൂരിഭാഗം ഓഡിയൻസിനെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. സോ ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് പടം PG-13 തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത്രയും തോൽവിയായിട്ടുള്ളൊരു പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി കൂറപ്പടമായിരുന്നു വെനം ലെറ്റ് ദെയർ ബി കാർണേജ്. ആ കൂടി ആ ഒരു സിനിമയ്ക്കകത്തുള്ള ഒരേ ഒരു റെഡീമിങ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെയാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് വെനം സ്പൈഡർമാനെ കാണുന്നു. ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത് സൂപ്പർ ആയിട്ടുള്ളൊരു സീൻ തന്നെയായിരുന്നു. പക്ഷെ അത് നോവേ ഹോമിൽ കൊണ്ടുവന്നിട്ട് അവർ വീണ്ടും തുലച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിന് ശേഷമാണ് നമുക്ക് സോണിയുടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പരാജയത്തിനേക്കാളും വലിയൊരു പരാജയം അല്ലെങ്കിൽ ദുരന്തമായിട്ടുള്ളൊരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ജെറാഡ് ലെറ്റോയുടെ ദ മോർണിംഗ് ടൈം. എന്ത് തേങ്ങാക്കൊലയാണ് അവർ ആ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശം എന്നുള്ളൊരു കാര്യം അത് എടുത്തവനോ അറിയില്ല, ഡയറക്റ്റ് ചെയ്തവനോ അറിയില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ ഫൂളാക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു പടം തന്നെ. ജസ്റ്റ് നിങ്ങൾ അതിനകത്ത് ജെറാഡ് ലെറ്റോയുടെ ആ ഒരു ക്യാരക്ടർ ബ്ലഡ് കുടിക്കുന്നത് തന്നെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊരു തോൽവിയാണ്. കാരണം അതിനകത്ത് ഒരു ആവശ്യമില്ലാതെ മൈക്കിൾ കീറ്റനെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. മൈക്കിൾ കീറ്റൻ തന്നെ വന്നിട്ട് വണ്ടടിക്കുക, ഞാൻ എന്താ ശരിക്കും ഇവിടെ ചെയ്യുന്നത്? ഒരു ആവശ്യമില്ലാത്ത പോസ്റ്റ് ക്രെഡിറ്റ് സീന്. ഇത്രത്തോളം പരാജയമായിട്ടുള്ളൊരു പടം നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു സോണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ അടുത്തിടെയൊന്നും ഇറങ്ങിയതായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പടം നമുക്ക് തന്നിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഇത്രയും അധികം സ്കീം ഇറക്കിയിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള മാർക്കറ്റിംഗ്. കാരണം നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, നോവേ ഹോമിൻ്റെ സക്സസിന് ശേഷം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ടോബി വരും, അതുകൂടാതെ തന്നെ ആൻഡ്രൂ ഗ്രാഫീൽഡ് വരും, ടോം ഹോളൻഡ് വരും. ആൻഡ് ലിറ്ററലി അവർ എന്താണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ നമ്മളെ ടോബിയുടെ സ്പൈഡർമാനെ ഇട്ട് ടീസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാനെ ഇട്ട് ടീസ് ചെയ്യുന്നു, പിന്നെ ടോം ഹോളൻഡിനെ ഇട്ട് ടീസ് ചെയ്യുന്നു. ഇതെല്ലാം തന്നെയാണ് ത്രൂ ഔട്ട് ട്രെയിലേഴ്സിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കേസ് കൊടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫേക്ക് ക്യാമ്പയിൻസ് അവരുടെ ഒരേ ഒരു വിചാരം അവരുടെ മൈൻഡിലുണ്ടായിരുന്നു, ആൾക്കാർ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുക്കണം. കാരണം നമ്മൾ യൂട്യൂബേഴ്സ് നമ്മൾ തന്നെ ആക്ച്വലി ചില വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ക്ലിക്ക് ബൈറ്റിനായിട്ട് കുറേ തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ ഇടും. സോണി അതേ സെയിം സാധനം തന്നെയാണ് ട്രെയിലേഴ്സിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടായിരുന്നു ടോബി മെക്കോൻ്റെ സ്പൈഡർമാനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ടിക്കറ്റ് സെയിൽ കൂട്ടാൻ ഒബ്വിയസ്ലി. പക്ഷെ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ലഭിച്ചോ? ഒന്നും ലഭിച്ചിട്ടില്ല. അത് വൻ പരാജയമായിട്ട് പിന്നെ ആൾക്കാർ ട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ വീണ്ടും പറഞ്ഞ് റിലീസ് വരെ ചെയ്ത്. ഈ ഒരു ടൈം ലൈനിലേക്ക് തന്നെ നമ്മൾ സോണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സോണിക്ക് ആ കൂടി ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഏതാണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, സ്പൈഡർമാൻ നോവേ ഹോം തന്നെയാണ്. പക്ഷേ നോവേ ഹോമിൻ്റെ ക്രിയേറ്റീവ് കൺട്രോൾ സോണിയുടെ കയ്യിലല്ലായിരുന്നു, അത് മാർവലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. കാരണം എനിക്കറിയാം ഈ പറഞ്ഞ മോർബിയസ് ഒക്കെ ഇറങ്ങിയ സമയത്താണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന റീസൺ അതിനകത്ത് നമുക്ക് ടോബിയെ കാണാൻ കഴിഞ്ഞു, ആൻഡ്രൂവിനെ കാണാൻ കഴിഞ്ഞു, അതുകൂടാതെ തന്നെ ടോം ഹൂനെ കാണാൻ കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ആസ് ഒരു ഫാൻസ് നമ്മൾ തന്നെ നമ്മൾ ആഗ്രഹിച്ചു പോകും, നമ്മൾ എക്സ്പെക്ട് ചെയ്തു പോകും. കാരണം എക്സ്പെക്ടേഷൻ ഹേർട്സ് എന്ന് പറയുന്നത് അത് ഓരോ സ്പൈഡർമാൻ ഫാൻസിനും ഇപ്പം തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ നോവേ ഹോമിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടിവേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു സോണിവേഴ്സ് സിനിമ ഇറങ്ങുമ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാവും ടോം ഹോളൻഡ് വരും, ആൻഡ്രൂ ഗ്രാഫീൽഡ് വരും, ടോബി മെക്യോർ വരും. എന്നിട്ട് നമ്മൾ തന്നെ ഹർട്ടാകുന്നതാണ് നമുക്ക് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഇനിയാണ് സംസാരിക്കേണ്ട മറ്റൊരു വലിയൊരു സിനിമ. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ മൾട്ടിവേഴ്സിനെ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു മാഡം വെബ്.
ഞാൻ ഇത്രയും പറയുള്ളൂ. മര്യാദയ്ക്ക് ഡെക്കോട്ട ജോൺസൺ 50 ഷെയ്ഡ്സ് ചെയ്തിട്ട് കാശൊക്കെ ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഒരു വഴിക്ക്. അതുകൂടാതെ തന്നെ സിഡ്നി സ്വീനി ആണെങ്കിൽ പുള്ളിക്കാരി ഓൺലി ഫാൻസിനകത്ത് ഭയങ്കര പോപ്പുലറായിട്ട് അങ്ങനെയും കാശുണ്ടായിക്കൊണ്ടിരുന്നത്. അവരുടെ രണ്ടുപേരുടെയും കൂടി റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടി ഇറക്കിയ ഒരു പടം തന്നെയാണ് മാഡം വെബ്. എന്തിന് ഞാൻ പറയുന്നുള്ളൂ, ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ പോലും കാശില്ലായിരുന്നോ? കാരണം തന്നെ സ്പൈഡർമാൻ 2, അതായത് ടോബി മെക്യുവിൻ്റെ സ്പൈഡർമാൻ 2ലുള്ള അസറ്റ്സ് വരെ അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് റീയൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ലേസി ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ, ഇത്രത്തോളം ലേസി ആയിട്ടുള്ളൊരു ഡയറക്ടേഴ്സിനെയൊക്കെ തന്നെയാണ് നമുക്ക് മാഡം വെബ് സിനിമയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു പടം നെറ്റ്ഫ്ലിക്സിനകത്ത് ട്രെൻഡിങ് 2-ലൊക്കെ എത്തിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. എത്രത്തോളം മോശമാണ് പടം എന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കയറിയ സമയത്തായിരിക്കും അത് ട്രെൻഡിങ്ങിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം തന്നെ. ഇതെല്ലാം തന്നെയാണ് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ള സിനിമയെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് തന്നെ. ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി മുട്ടി വേറെ 2 സിനിമകളുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടതാണ് ക്രേവൻ ദ ഹണ്ടറിന്റെ സിനിമ. ആൻഡ് ഇത്തവണ അത് R റേറ്റിംഗ് അവർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ വെനത്തിന് കൊടുത്തില്ല, ക്രേവന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സോണി പറയുന്ന അവർ ഓസ്കാറിലേക്ക് വേണ്ടി അടുത്ത വർഷം ഈ ഒരു സിനിമ സെൻഡ് ചെയ്യും. എൻ്റെ പൊന്നോ, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? സോണിയോടും അല്ലെങ്കിൽ സോണിയുടെ എക്സിക്യൂട്ടീവ്സിനോടും മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. പടം ഇറങ്ങിയിട്ട് പോലും ഇല്ല, നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയ വൺ കിഡിലനായിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡാണ്. മാർവലിനെ മാറ്റി സോണിയിലേക്ക് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ വന്ന് ആലോചിച്ച് നോക്ക്. അതായത് എന്ന് പറഞ്ഞാൽ ഓസ്കറിന് അയക്കുന്നവർ ഓൾറെഡി അത് പറഞ്ഞിരിക്കുക തന്നെയാണ്. നമുക്ക് നോക്കാം ഓസ്കറിൽ പോയിട്ട് ക്രേവൻ എന്ത് ചെയ്യും, അവിടെ പോയാണ് പുള്ളിക്കാരുടെ പുതിയ ഹണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് റീസെൻ്റ്ലി വെനം 3 നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് വെനം 3-ക്കകത്ത് ടോം ഹാർഡി, അവിടെ ഇരുന്ന് പറയുന്നു ആൻഡ്രൂ വരും, ഇവിടെ ഇരുന്ന് പറയുന്നു ടോം ഹാർഡി വരും. അല്ല, ടോം ഹാർഡി ഓൾറെഡി സിനിമയ്ക്കകത്തുണ്ടല്ലോ. ടോം ഹോളൻഡ് വരും, ടോബി മെക്യൂർ വരും, നമുക്ക് നോക്കാം. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള പീറ്റർ പാർക്കർ വരെ വരുമെന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം, എന്താണ് അവർ ഉദ്ദേശിക്കണമെന്ന്. സോ ഞാൻ ഇത്രയാണ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിലും ഈ ഒരു മാർവൽ സിനിമാറ്റിക് അല്ലെങ്കിൽ മാർവലിലെ തന്നെ എൻ്റെയും ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പൈഡർമാൻ ആണ്. അന്നും ഇന്നും എന്നും സ്പൈഡർമാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ചില സമയം നമ്മൾ തന്നെ ആലോചിക്കും, അവർക്കറിയാം ഓഡിയൻസിന് എന്താണ് വേണ്ടത്, പക്ഷെ എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല. കാരണം ഞാൻ ഇത്രയും പറഞ്ഞില്ല, ഇവർ ഈ പറഞ്ഞ സ്പിൻ ഓഫ് ഒക്കെ മാറ്റി വെച്ചിട്ട് ടാസം 3 ഇറക്കി നോക്ക്, അമേസിങ് സ്പൈഡർമാൻ 3 ഇറക്കി. ഞാൻ ആക്ച്വലി ഗ്യാരണ്ടി ചെയ്തിട്ട് പറയാം, പടത്തിൻ്റെ കഥ വരെ ഫ്ലോപ്പ് ആണെങ്കിൽ തന്നെ പടം ബോക്സ് ഓഫീസിൽ ഹിറ്റായിരിക്കും. കാരണം നമ്മൾ ഓരോരുത്തരും ഇപ്പോഴത്തെ നോവേ ഹോമിനുള്ള ആ ഒരു സിറ്റുവേഷന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ആൻഡ്രൂ ഗ്രാഫീൽഡിന് നല്ല രീതിയിൽ തന്നെ പോപ്പുലാരിറ്റി ഉണ്ട് ടോം ഹോളിനേക്കാളും ടോബി മെക്യൂറിനേക്കാളും. കാരണം പുള്ളിക്കാരൻ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയായിരുന്നു. ആ ഒരു 3ാമത്തെ സിനിമ പുള്ളിക്കാരൻ ഡിസേർവിങ് തന്നെയായിരുന്നു. സോ അന്നും പറഞ്ഞ് പൊട്ട സ്റ്റോറി ഇറക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം നമുക്കറിയാം ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്താണ് അവർ ഇനിയിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ പോണെന്നാണ് നമുക്ക് റീസെൻ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. എന്ത് പറയാനാണ്, ആൾക്കാരെ കൊണ്ട് എഴുതി ഇത്രയും, അപ്പം ഇനിയിപ്പോൾ AI കൊണ്ട് ഇറക്കി അവരെന്ത് തേങ്ങാക്കൊല ചെയ്യുമെന്നാണ്. പക്ഷേ അമേസിങ് സ്പൈഡർമാൻ 3-ൻ്റെ കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ്രൂ ഗ്രാഫീൽഡിന് അറിയായിരുന്നു അമേസിങ് സ്പൈഡർമാൻ 2 1 പരാജയമായതുകൊണ്ട് തന്നെ ഇനി ഒരു 3ാമത്തെ സിനിമ ഇറക്കുമ്പോൾ പുള്ളിക്കാരന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റീവ് ഫ്രീഡം കൊടുക്കണമെന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ പുള്ളി സോണിയോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ സോണി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി ആൻഡ്രൂവിൻ്റെ കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോബി മെക്യൂറിലേക്ക് നോക്കിയാൽ സാം റാമി എന്നെ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് സ്പൈഡർമാൻ 4 പുള്ളിക്കാരന് ചെയ്യാൻ താല്പര്യമുണ്ട്, സോണി അതിന് അനുവദിക്കുവാണെങ്കിൽ ടോബി മെക്യൂറിനെ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം റെഡി തന്നെയായിരുന്നു അന്ന് സ്പൈഡർമാൻ 3 ചെയ്ത് തീർന്ന സമയത്ത് തന്നെ. സോ പുള്ളിക്കാരന് ഓപ്പൺ തന്നെയാണ്. ടോബി മെക്യൂറിനെ നമുക്കൊരു സിനിമ ലഭിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ് അങ്ങനെ നമ്മൾ നോക്കുന്നത്. കാരണം ഡയറക്ടർ വരെ ഓക്കെയാണ് പുള്ളിക്കാരന് ചെയ്യാൻ, പക്ഷേ സോണി സമ്മതിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടോം ഹോളിൻ്റെ സ്പൈഡർമാൻ 4-നെ കുറിച്ച് നമ്മൾ പല രീതിയിലും നമ്മുടെ ന്യൂസ് വീഡിയോസിലെല്ലാം ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് സോണിക്ക് മറ്റൊരു നോവേ ഹോം ആക്കണം, മാർവലിന് ഒരു ഗ്രൗണ്ടഡ് ലെവൽ മൂവി ആക്കുന്നതാണ് മാർവലിന് ഇഷ്ടം. പക്ഷേ ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആക്ച്വലി ഫാൻസിന് മാത്രമാണ് നമുക്ക് നഷ്ടം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഫാൻസിന് എന്താണ് വേണ്ടത്, പക്ഷെ അത് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇത്ര ഞാൻ പറയുള്ളൂ. പിന്നെ എന്ത് ഒലക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് ഈ ഒരു യൂണിവേഴ്സിന് പേരിട്ട്? സോണി നോൺ സ്പൈഡർമാൻ യൂണിവേഴ്സ് എന്ന് പേരിട്ടിരുന്നെങ്കിൽ പിന്നെ ഒരു അർത്ഥമെങ്കിലും ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് നമുക്ക് ഒരു സ്പൈഡർമാനെ പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ കുറേയധികം ടീസ് മാത്രമാണ്. അതും ആ ടീസ് എല്ലാം നമ്മൾ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് അതുമില്ല.
എന്താ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫേക്ക് പ്രൊമോഷൻ, ഫേക്ക് മാർക്കറ്റിംഗ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് സോണി ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മൾ സ്പൈഡർമാൻ്റെ ഭാവി അല്ലെങ്കിൽ ഏതൊരു ക്യാരക്ടേഴ്സിൻ്റെ ഭാവി, അതായത് ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡിയോസ് ഏതൊരു ക്യാരക്ടറിൻ്റെ ഭാവിയിലേക്ക് നോക്കുവാണെങ്കിലും അത് ഒരു രീതി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും തന്നെ പറയും മതി, നോ മീൻസ് നോ, ദാറ്റ്സ് ഇറ്റ്. No means no, that's another one. No means now. It's like, no it doesn't. എന്ന് നമ്മൾ ഓരോരുത്തരും പറയും ഇനി എനിക്ക് ഇതേപോലെ എന്താ പറയുക എക്സ്പെക്റ്റേഷൻ ചെയ്ത് ഹേർട്ടാകാൻ എനിക്ക് താല്പര്യമില്ല, ഇവിടെ വെച്ച് നിർത്തിക്കൂ. അങ്ങനെയാണ് അവർ തന്നെ അവരുടെ ഉള്ള ലോയൽ ഫാൻസിനെ അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് നല്ലൊരു പ്രതീക്ഷ വയ്ക്കാം. വെനം 3 നല്ലൊരു സിനിമയാവട്ടെ, ക്രേവൻ നല്ലൊരു സിനിമയാവട്ടെ. ഓസ്കറിനൊക്കെ വേണ്ട സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്തൊരു കോൺഫിഡൻസ് അവർക്കുള്ളതെന്ന്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെ എനിക്ക് ആക്ച്വലി നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സ്പൈഡർമാൻ്റെ പോക്ക് നോക്കിക്കഴിഞ്ഞാൽ പെറ്റമ്മ കണ്ടാൽ പോലും സഹിക്കില്ല, അതായത് സ്റ്റാൻലി കണ്ടിരിക്കാൻ പോലും സഹിക്കില്ല. പാവം പുള്ളിക്കാരൻ ഇതൊന്നും കാണുന്നതിന് മുമ്പ് പുള്ളിക്കാരനെ കൊണ്ടുപോയല്ലോ, അത് തന്നെ ഭാഗ്യം. ലെജൻഡറി ആയിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു. സോ വൺസ് അഗൈൻ ഇത്ര എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗൈസ് സ്റ്റേ സേഫ്, ഗൈസ് സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.